സാധാരണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കരയും, കരഞ്ഞില്ലെങ്കിൽ കരയിക്കും, ശ്വാസമൊക്കെ ശരിയാവാൻ വേണ്ടി. ഈ കുഞ്ഞ് ജനിച്ച് വീണപ്പോൾ കുഞ്ഞ് ആദ്യം വാ തുറന്ന് കരയല്ല ചെയ്തത്, ഒരു സംസ്കൃതം വാചകം പറയുമായിരുന്നു. പെറ്റ വീണ കുഞ്ഞ്. ഇതിൻ്റെ അടുക്കലൊരു ഗുഹ പോലത്തെ ഒരു മുറിയുണ്ട്. അവിടെയാണ് അക്രമികളായ കൊച്ചു ലാമമാരെ കുറച്ച് നേരത്തേക്ക് പിടിച്ച് അവിടെയാണ് ശിക്ഷിച്ചത്. നോട്ടി ലിറ്റിൽ ലാമാസ് വേ പുട്ട് ദെയർ. ഏറ്റവും അത്ഭുതകരം, കലികാലത്തിൽ പോലും അത്ഭുതങ്ങൾക്ക് കുറവില്ല എന്ന ഒരു കാണിക്കത്തക്കവണ്ണൊരു സംഭവമാണ് ഈ ക്വീൻ മദറിൻ്റെ കൊച്ചുമകൻ. ക്വീൻ മദറിൻ്റെയും ഫോർത്ത് കിങ്ങിൻ്റെയും എത്ര കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഒരു മകള് പ്രിൻസസ്, 3 പേരോറ്റമാണെന്ന് തോന്നുന്നു. എന്തായാലും ആ പെർട്ടിക്കുലർ ആ പ്രിൻസസിന് 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. മൂത്തയാളിപ്പോൾ ഹൈസ്കൂൾ ആളാണ് ക്വീനിന് വേണ്ടി പ്രിസൈഡ് ചെയ്യാൻ വന്നതൊക്കെ. അതെ. അപ്പോൾ ആ കുഞ്ഞ് ഇപ്പോൾ ഹൈസ്കൂൾ കൊടുക്കാത്ത ഇതൊക്കെ ആയിക്കഴിഞ്ഞു, ഒരു 6 അടി കൂടുതൽ പൊക്കമൊക്കെയാണ്. പക്ഷേ ചാമിങ് പേഴ്സൺ, എന്തൊരു എന്തൊരു റിഫൈൻമെൻറ്റ്. അപ്പോൾ ആ പ്രിൻസിനെ കണ്ടോ? ഞങ്ങൾ എത്രയോ പ്രാവശ്യം സംസാരിച്ചു, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു. കയ്യിലൊക്കെ പിടിച്ച് മുകളിലേക്ക് കയറ്റുകയൊക്കെ ചെയ്തു. കൊച്ചു 10-14, ബട്ട് വെരി വെരി ലവ്ലി. അപ്പോൾ 2 കുട്ടികളാണ്. രണ്ടാമത്തെ കുട്ടിയും ഇപ്പോൾ 13 വയസ്സായി. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ രാജാവിൻ്റെ സഹോദരിയുടെ മകൻ. അതെ, സഹോദരിയുടെ മക്കളെ പറ്റിയാണ് മക്കളാണ്. അത് മൂത്ത മകനാണ് ഞാൻ മറ്റേ എടുത്തുന്നത്. രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോൾ 13 വയസ്സായി. അപ്പോൾ അവർ തമ്മിൽ ഒരു പക്ഷേ 3 വയസ്സിൻ്റെ മറ്റു വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. സാധാരണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കരയും, കരഞ്ഞില്ലെങ്കിൽ കരയിക്കും, ശ്വാസമൊക്കെ ശരിയാവാൻ വേണ്ടി. ഈ കുഞ്ഞ് ജനിച്ച് വീണപ്പോൾ കുഞ്ഞ് ആദ്യം വാ തുറന്ന് കരയല്ല ചെയ്തത്, ഒരു സംസ്കൃതം വാചകം പറയുമായിരുന്നു. പെറ്റ വീണ കുഞ്ഞ്. ഇതൊരു അത്ഭുതമല്ലേ, സംസ്കൃതത്തിലൊരു വാചകം. ഇവരങ്ങ് ഞെട്ടിപ്പോയി, ഇതെന്താണെന്നിങ്ങനെ. പിന്നെ അതങ്ങനെ പോയി. പിന്നെ കുറച്ച് മാസം പ്രായം ആയപ്പോൾ തൊട്ട് ഇവർ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങി. ഈ കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞിനെ പോലെ അല്ല എന്നുള്ള. കാറിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം വരുമ്പോൾ ഈ കുഞ്ഞ് അപ്പോൾ സംസാരിക്കില്ല, വിരൽ കൊണ്ട് എന്നൊക്കെ ശബ്ദം, കൊച്ചു കുഞ്ഞിൻ്റെ ശബ്ദം ഇങ്ങനെ ആക്കി പോകാൻ സമ്മതിക്കില്ല, കൈ കൊണ്ട് ഇങ്ങനെ ആക്കി നിർത്തും. അവിടെ ഏതെങ്കിലും ഒരു ബുദ്ധമത വിഹാരമായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഭൂട്ടാൻ റിലിജൻ ടിബറ്റൻ ബുദ്ധിസമാണ്. അവിടെ എത്രയോ സോങ്സ് ആണ് അവരുടെ മൊണസ്ട്രീസ്. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ചിലവിലാണ്. പിന്നെ ആരെങ്കിലും ഡൊണേഷൻ കൊടുത്താൽ, പക്ഷേ ഗവൺമെൻറ് ചിലവാണ് ഇതെല്ലാം. ചില മൊണസ്ട്രീസ് 10-100 മാർക്സ് കാണും, അത്രയും ഉണ്ട്. അപ്പോൾ എനിവേ എങ്ങനെ നിർത്തും. ഒരു 2-3 വയസ്സായപ്പോഴത്തേക്ക് ആ കുഞ്ഞ് കംപ്ലീറ്റ്ലി വേറെ ചെയ്ത് സംസാരിക്കാൻ, ബുദ്ധമതത്തിനെ പറ്റി പ്രവചനങ്ങൾ എന്നിട്ട് ആദ്യമായിട്ട് 3 വയസ്സിൽ നളന്ദ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ അവശിഷ്ടങ്ങളിലേക്ക് പോയി കാണാൻ വന്നു. അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട്, ഒരു ടൂറിസ്റ്റായിട്ട്, വിനോദസഞ്ചാരിയായിട്ടല്ല വന്ന്, ഒരു തീർത്ഥാടകനായിട്ടാണ് വന്നത്. ഹി കെയിം നോട്ട് ആസ് എ ടൂറിസ്റ്റ് ബട്ട് ആസ് എ പിൽഗ്രിം എന്ന് പറഞ്ഞ്. അവിടെ വന്ന് ഈ നളന്ദ യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു. ഈ കുഞ്ഞ് 3 വയസ്സായ കുഞ്ഞ് ഇങ്ങനെ കണ്ണുനീരൊഴുക്കുകയാണ്. എന്നിട്ട് ചോദിക്കണേ, എൻ്റെ യൂണിവേഴ്സിറ്റിയെ ഇവരെന്ത് ചെയ്തു, എൻ്റെ യൂണിവേഴ്സിറ്റിയെ, വാട്ട് ഹാവ് ദേ ഡൺ ടു മൈ യൂണിവേഴ്സിറ്റി. ഇത് പല സ്ഥലങ്ങളും ആ കുഞ്ഞിനറിയാം. അതങ്ങനെ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പ്രഭാഷണങ്ങളാണ്, ബുദ്ധമത തത്വങ്ങൾ, ബുദ്ധമത ഫിലോസഫി. എന്നിട്ട് ഈ കുട്ടി സിംഗപ്പൂരിലും തായ്ലൻഡിലും ബാങ്കോക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിലും, മലേഷ്യ, പല സ്ഥലങ്ങളിൽ ഈ കുട്ടി പോയി പ്രഭാഷണങ്ങൾ. 5 വയസ്സായ കുഞ്ഞാണ്. അപ്പോൾ ഇവരൊക്കെ കൂടെ പോകും. ഈ ക്വീൻ മദർ എപ്പോഴും കൂടെ പോകും. ക്വീൻ മദർ പോയി ക്വീൻ മദർ തന്നെ പറഞ്ഞാണ്, നേരിട്ട് പറയാം. അതെല്ലാം വീഡിയോ എടുത്തു. ആദ്യത്തെ എടുത്തിട്ടില്ല, ഈ സംസ്കൃതം പറയുമ്പോൾ ഒന്നും ആരറിഞ്ഞു, അപ്പോൾ അതെടുത്തിട്ടില്ല. പക്ഷേ ബാക്കി ഒരു മാറ്റം വന്നപ്പോൾ തൊട്ട് ഇതെല്ലാം, അല്ലെങ്കിൽ ഒരു വിശ്വസനീയമാവില്ല. ഇതൊക്കെ ചുമ്മാ പറയുകയാണ് കയ്യിൽ. ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയാണല്ലോ, യുക്തിവാദികളും ഒക്കെ അങ്ങനെയൊക്കെ പറയുള്ളൂ. എന്നിട്ട് എനിക്കൊന്ന് 7 വയസ്സിൽ ഡോക്ടറേറ്റ് കിട്ടി.
വെളിയിൽ. അതൊരു ഇതാണ് തായ്ലൻഡിന്റെ ഓണററി ഡോക്ടറേറ്റ്. അതെ, തായ്ലൻഡിൽ നിന്ന്, ഭൂട്ടാനിലെ അല്ല, തായ്ലൻഡിൽ തായ് യൂണിവേഴ്സിറ്റി 7 വയസ്സിൽ കിട്ടി ഡോക്ടറേറ്റ്. എന്നിട്ട് വെളിയിൽ പോയി പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഭൂട്ടാനിൽ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഭൂട്ടാനീസ് ലാംഗ്വേജ്, പിന്നെ വേറെ ലാംഗ്വേജുകളും അറിയാൻ തോന്നുന്നു. ഐ തിങ്ക് ഹി ഈസ് മൾട്ടി ലിംഗ്വലാണെന്ന് തോന്നുന്നു. ആ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ടിബറ്റിൽ പോയി ചൈനയുടെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ടിബറ്റിൽ റിംപോച്ചി, അവിടുത്തെ റിംപോച്ചി താമസിച്ച മണസ്ട്രി പോകണമെന്ന് പറഞ്ഞു. റിംപോച്ചി നമുക്കറിയാമല്ലോ, ഈ ഹൈറാർക്കിയിൽ വളരെ വലിയ ഡെല്ലലാമയൊക്കെ പോലെ റിംപോച്ചി വലിയ ഇതാണല്ലോ. അപ്പോൾ അവിടെ പോയി റിംപോച്ചിയുടെ മണസ്ട്രി പോയി. അപ്പോൾ അവരത് തുറന്ന് അതിൻ്റെ നോക്കുന്ന ആളുകൾ പറഞ്ഞു, ഇവിടെയാണ് റിംപോച്ചി ഇരുന്ന സ്ഥലം, പഴയ റിംപോച്ചി ഇരുന്ന സ്ഥലം. ഉടനെ കുഞ്ഞ് പറയുകയാണ്, ഞാനിവിടെ അല്ലല്ലോ ഇരുന്ന്, ഇവിടെയല്ല, മുകളിലൊരു മുറിയുണ്ട്, അവിടെയാണ് ഞാനിരുന്നത്. ഇതിൻ്റെ അടുക്കലൊരു ഗുഹ പോലത്തെ ഒരു മുറിയുണ്ട്, അവിടെയാണ് അക്രമികളായ കൊച്ചു ലാമമാരെ കുറച്ച് നേരത്തേക്ക് പിടിച്ച് അവിടെയാണ് ശിക്ഷിച്ച്. നോട്ട് ഈ ലിറ്റിൽ ലാമാസ് വേ പുട്ട് ദെയർ. അപ്പോൾ ഇവർ ഇത് തുറപ്പിക്കണമെന്ന് തുറന്ന് മുകളിൽ പോയപ്പോൾ ഒരു മുറിയുണ്ട്. ഇതാണ് എൻ്റെ മുറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബെഞ്ചോ ഒരു കരിങ്കല്ലോ ഇതോ, അതിൻ്റെ മുകളിൽ ഇരുന്ന് ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യും. അന്ന് തൊട്ട് ഒരുപാട് മെഡിറ്റേഷൻ ഉണ്ട് ഈ കുഞ്ഞിന്. ധ്യാനത്തിൽ മെഡിറ്റേറ്റ് കുറേ നേരം ഇരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എണീച്ച് പറഞ്ഞ് ഇവിടെ ഒരു ഗുഹയുണ്ട്, ഇതിൻ്റെ അടുക്ക് എനിക്ക് അവിടെ പോകണം. ഇതൊന്നും ആർക്കും അറിയാൻ വയ്യ. ഇവർക്കറിയാം, ഓഫ് കോഴ്സ്. ടിബറ്റിൽ പെർമിഷൻ വാങ്ങിച്ച ആ ഗുഹയിൽ പോയി. ഞാൻ ഈ ഗുഹയിൽ നിന്ന് എത്രയോ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ധ്യാനിച്ചിട്ടുള്ളതാണ്. ഈ ഗുഹയിൽ ഓടി അകത്ത് കയറിയിരുന്ന് ആ രാത്രി മുഴുവനും ധ്യാനിച്ചു. മെഡിറ്റേഷനായിരുന്നു രാത്രി മുഴുവനും ആ ഗുഹയിലിരുന്ന്. അങ്ങനെ പല സ്ഥലത്തും ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റീഇൻകാർണേഷൻ ആയിരിക്കും. അതെ, പഴയ റിംപോച്ചി പുനർജന്മം ആയിട്ട് വന്നിരിക്കുകയാണ്. അവർ ഭൂട്ടാൻ അത് സ്വീകരിച്ച്, ഹീസ് എ യങ്ങസ്റ്റ് റിംപോച്ചി എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറെ റിംപോച്ചി ഉണ്ടായിരുന്നോ ഈ പ്രായത്തിൽ പലതും കുഞ്ഞുങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു നിശ്ചയമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അവരെല്ലാവരും റിംപോച്ചി തന്നെയാണ്. വൈരോചന റിംപോച്ചെ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടു. വൈരോചന റിംപോച്ചെ. അപ്പോൾ ആ റിംപോച്ചെ അത് അദ്ദേഹത്തിന് കുടുംബം മാത്രമല്ല, കുടുംബത്തിന് ഇത്രയും ഒരു അനുഗ്രഹമായിട്ട് കുടുംബത്തിന് വിശ്വസിക്കാൻ, നാട് മുഴുവനും അദ്ദേഹത്തിന് ആ രീതിയിൽ തന്നെ ഏറ്റവും വലിയ ഡെലൈലാമയൊക്കെ പോലുള്ള ആദരവ് തന്നെയാണ് റിംപോച്ചയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ 13 വയസ്സായി. ഞാനവിടെ പോയിരുന്നപ്പോൾ ഇദ്ദേഹം ഒരു മലയുടെ മുകളിൽ 3 ദിവസം ധ്യാനിക്കാൻ പോയിരിക്കുകയാണ്. കാണാൻ പറ്റില്ല. അദ്ദേഹം താമസിക്കുന്നതൊക്കെ മണസ്ട്രിയിലാണ്. അല്ല, കൊട്ടാരത്തിലെ മണസ്ട്രി തന്നെയാണ് താമസിക്കുന്നത്. കുറച്ചു കാലം മുമ്പേ അദ്ദേഹം പറഞ്ഞു, ഉടുപ്പിന് വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം, എനിക്ക് ഉടുപ്പുകളൊന്നും ആവശ്യമില്ല, ബാക്കിയുള്ള ബുദ്ധമത സന്യാസിമാരിടുന്ന ഉടുപ്പ് തന്നെ മതി. കംപ്ലീറ്റ്ലി മോങ്കായും. പക്ഷെ വലിയൊരു അതിശയം തന്നെയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അതാണ്. അപ്പോൾ പുനർജന്മമൊന്നും ഇല്ലയെന്ന് പറയുന്നവർക്ക് ഇതൊരു ഇതാണ്. നമ്മൾ ശുഖബ്രഹ്മർഷിയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ബ്രഹ്മജ്ഞാനിയായിരുന്ന, അതുപോലെ